ഭയങ്കര രസമായിരുന്നു. ഡാൻസും ദിയയുടെ ഡാൻസും എല്ലാം കൊണ്ടും ഭയങ്കര രസമായിരുന്നു. അപ്പൊ പാട്ട് നല്ലായിരുന്നില്ല അത് നിങ്ങളിലേക്ക് വരാലോ, എനിക്ക് അതിനെ കുറിച്ച് കൂടുതൽ അറിയില്ലല്ലോ. എനിക്ക് എഴുതാനല്ലേ സാറേ അറിയൂ, വായിക്കാറില്ലല്ലോ. പാവം, എല്ലാ കഴിവും കൂടി ദൈവം ഒരാൾക്ക് കൊടുക്കൂലല്ലോ. Sorry, I'm sorry for interrupting. ഫുള്ള് Because it's all in the game. ഓക്കെ. വിജയ് ചേട്ടാ, Diya, എന്താ സർ? very beautifully sung. വളരെ റെയർ ഒരു സോങ് ആണ് സെലക്ട് ചെയ്തത്. അത് എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു സോങ്? യു ഡാൻസർ ഓൾസോ ട്രെയിൻ ചെയ്തിട്ടുണ്ടോ ഡാൻസിങ്? അപ്പൊ അതുകൊണ്ടാണോ ഇങ്ങനത്തെ ഒരു സോങ് സെലക്ട് ചെയ്തത്? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് കണ്ടപ്പോ. വെരി ഗുഡ് നൈസ്. ഐ തിങ്ക് യു ആർ കംഫർട്ടബിൾ. അതിനനുസരിച്ച് അല്ലെങ്കിൽ ആ സോങ്ങിന്റെ കുറേ ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ അതുപോലെ തന്നെ ഐ തിങ്ക് ഞാനത് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കേട്ടിട്ടില്ല ഈ പാട്ട്. പക്ഷേ ഇറ്റ് വാസ് എ നൈസ് ഡിഫറെൻറ്റ് സെലക്ഷൻ ആൻഡ് യു ഡാൻസ് റിയലി വെൽ ഓൾസോ. സോ ഇറ്റ്സ് ഗുഡ് ദാറ്റ് യു ഇൻകോർപ്പറേറ്റഡ് ദാറ്റ്. സൂപ്പർ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു വിജയ് ചേട്ടാ. ശരത് സർ. മോളെ ഓ, നന്നായിട്ട് പാടിയത്. താങ്ക് യു സർ. പിന്നെ എനിക്ക് പ്രധാനമായിട്ട് തോന്നുന്ന ആ ഒരു അനുപല്ലവി തുടങ്ങിയില്ലേ, അതാണ് മോക്ക് ഒരു കണ്ണു കിട്ടാതാക്കുന്ന ഏരിയ. ഒരു ശ്രുതി വയസ്സാണെങ്കിലും ഒരു കൺട്രോൾ വയസ്സാണെങ്കിലും മോടെ കയ്യിൽ നിന്നില്ല. അത് ഒന്ന് പാടാമോ? ആ മോളെ എല്ലാം ഒന്ന് ഫിനിഷ് ചെയ്യോ കറക്റ്റായിട്ട്. എന്താ കൊല വിളിച്ചാലെന്നോ എന്താണ് അത് കേക്കണ്ടേ മോളെ? കൊല വിളിച്ചാൽ എന്നാ കേൾക്കുന്നത്. ഞാൻ ആനയൊക്കെ ഓർമ്മ വന്നു ചിഹ്നം വിളിക്കുന്നത്. ഒക്കെ വൃത്തിയായിട്ട് പറയൂ അക്ഷരം. മോളെ കുഴൽ വിളി, കുഴൽ വിളിച്ചാൽ അതൊക്കെ ഓക്കെ. കണവന്റെ വരവൊക്കെ എനിക്കിഷ്ടമായി. പക്ഷെ ഈ കുഴലിന്റെ കാര്യം ഒരു തീരുമാനമാക്കണം മക്കളെ, കേട്ടോ. നമ്മുടെ ഈ വെള്ളമൊക്കെ വരുന്ന കുഴലിൽ കൂടാ, കേട്ടോ. കുഴൽ വെള്ളം കുഴൽ പണം ഒക്കെ പറയത്തില്ലേ. കുഴൽ അത് കേക്കണ്ടേ? കുഴൽ വിളി. ആ മോളെ ഴാ കേക്കട്ടടാ. കുഴൽ, കുഴലല്ല കുഴൽ. മോളത് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ, ഇല്ലെന്നുണ്ടെങ്കിൽ മഹാവൃത്തികേടാവും. അതൊന്ന് നോക്കിയാൽ മതി, വേറൊന്നുമില്ല. നല്ല രസമുണ്ടായിരുന്നു പാട്ട്. ഓൾ ദി ബെസ്റ്റ് മോളെ. ഷാനിക്ക. ദിയ നന്നായിട്ട് പാടി മോളെ. ഈ പറഞ്ഞ പോലെ ഞാനും കൈതോലയുടെ താഴെയാണ് വര വെച്ചിരിക്കണേ. പിന്നെ മന്ദിരത്തിന്റെ പ്ലാൻ എങ്ങനെയാണ്? ആ ഓക്കെ, അത് 2-3 സ്ഥലത്ത് പോയതുപോലെ പോയായിരുന്നോ? ഷാനെ, പാറു വന്നിട്ട് ആദ്യം ആ കുട്ടിയുടെ അടുത്ത് ചോദിച്ചത് കേട്ടോ? എന്തായിരുന്നു? നിനക്ക് പിച്ച് ഔട്ടായോ? അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത് ഞാൻ കേട്ടായിരുന്നത്. ശരത്തേട്ടാ, ഇങ്ങനെ പോവുകയാണെങ്കിൽ നാളെ മറ്റന്നാള് ഒരു പച്ചക്കസേരയും കൂടെ ഇവിടെ ഉണ്ടാവും കേട്ടോ. എന്നിട്ട് അവിടെ നടുക്കേറി ഇരിക്കുന്നുണ്ടാവും. അല്ല, ഒരു പച്ചക്കച്ചാരം കൂടി ചിലപ്പോ നേരത്തെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തു, അതായത് ഇങ്ങനെ ശ്രദ്ധിക്കുന്ന കാര്യം. പക്ഷെ കുറച്ച് എക്സ്റ്റെൻസീവ് ആകുന്നുണ്ട്. വിജയ് ആക്ച്വലി അങ്ങനെ പറയേണ്ട കാര്യമില്ല. ലൈഫിന്റെ ചില പ്രോബ്ലംസിൽ പെടുത്തേണ്ട ഒരു കാര്യം. അല്ല, ഞാൻ പറഞ്ഞ സത്യമല്ലേ? പാറു വന്ന് ചോദിച്ചില്ലേ നിനക്ക് പിച്ച് ഔട്ടായോ? അതിങ്ങനെ ഞങ്ങൾ അവിടെ ഒരു ഡിസ്കഷൻ ഇങ്ങനെ ഞങ്ങളിങ്ങനെ ഡിസ്കസ് ചെയ്യുമല്ലോ. അപ്പൊ അവിടെ നിന്ന് പഠിക്കാലോ നമുക്ക്. ഇന്ന ഭാഗത്ത് അത് അങ്ങനെ ആയപ്പോഴാണ് പിച്ച് ഔട്ട് എന്ന് പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് പഠിക്കാലോ. ഭയക്കണം നമ്മുടെ കസേരയൊക്കെ ആടുന്നുണ്ടോ എന്നൊരു സംശയം. പക്ഷെ പാറു കൊള്ളാം കേട്ടോ. അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് പഠിക്കുന്നത് നല്ലതാണ്. അതെ, സത്യം. പിന്നെ ഉള്ളത് പറയാലോ, സെലിബ്രേഷൻ റൗണ്ട് തുടങ്ങിയിട്ട് ഐ തിങ്ക് ദിസ് വാസ് ദ ബെസ്റ്റ് പെർഫോമൻസ് ഇൻ ദ ഹോൾ സെലിബ്രേഷൻ റൗണ്ടിൽ. കാരണം വേറൊന്നുമല്ല, ബാക്കിയുള്ള എല്ലാ നല്ലതായിരുന്നു, എല്ലാം നല്ലതായിരുന്നു. പക്ഷെ അതിൽ ഡാൻസേഴ്സും സിംഗറും ഭയങ്കര ഡിറ്റാച്ച്ഡ് ആയിട്ട് തോന്നിയായിരുന്നു. ഡാൻസേഴ്സ് അവിടെ ഉണ്ട്, സിംഗർ അവിടെ നിന്ന് ഇത് ഭയങ്കര സിങ്ക് ആയിരുന്നു നിങ്ങളെല്ലാവരും തമ്മിൽ. പിന്നെ അത് ഓഫ് കോഴ്സ് മോൾക്ക് ഡാൻസ് ചെയ്യാനറിയാം, അതിൻ്റെതായിട്ടുള്ളൊരു പ്ലസ് പോയിന്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് കേൾക്കാനും കാണാനും നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. മൊത്തത്തിൽ ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഞാൻ പറയാൻ വിട്ടുപോയി കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക്ക. ഇനി മാർക്സ് ചോദിക്കാം. പാറു ഒന്ന് ഗസ് ചെയ്യ്, എത്രയായിരിക്കും അവളുടെ മാർക്ക്? ശരത്തേട്ടൻ കൊടുക്കുന്ന മാർക്ക് എത്രയായിരിക്കും?
ഇപ്പൊ ഇത്രയും കാലമായല്ലോ ഒക്കെ കാണാനും കേൾക്കാനൊക്കെ തുടങ്ങിയിട്ട്. ഓ ഞാൻ ഓൾറെഡി എന്റെ മാർക്ക് ഇവിടെ ഇട്ടു. എനിക്ക് അതും ഗസ് ചെയ്യും. അതെ, ഞാൻ മറന്നുപോയി. ഒരു 8.5. ഞാൻ എണീക്കുക. ശരിയാക്കാം. കുഴപ്പമില്ല ശരതേട്ടാ, ശരത്. ഒരു ഗസ് അല്ലേ ഉള്ളൂ, അതെ. ഗസ് അല്ലേ, ആലോചിച്ചിട്ട് പറയുന്നൊന്നുമല്ല. എന്നോട് പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്തത്. എങ്കിൽ 8.5 മാർക്ക്. ഓക്കെ ഷാനിക. വിജയ് ചേട്ടാ 8.5. അതാണോ നിന്റെ ഗസ്? ആ നീ ഷാനിക്കയുടെ ഇത്രയും എന്താ പറയാ വിശാലമായ ഹൃദയം അറിഞ്ഞിട്ടും നീ ഇത്രയ്ക്കും നീ കൺട്രോൾ ചെയ്ത് പറയണമെന്ന് തന്നെ എനിക്ക് മനസ്സിലാവുന്നില്ല. 9 അല്ലേ 9? അല്ല 9. അതായത് എന്റെ മനസ്സിലുള്ള മാർക്കാണ് പാറു ആദ്യം പറഞ്ഞത് 8.5 എന്നുള്ളത്. പക്ഷെ ഈ പറഞ്ഞ പോലെ സെലിബ്രേഷൻ റൗണ്ടിനോട് 100% നീതി പുലർത്തിയതുകൊണ്ട് ഒരു 0.5 കൂടെ ഇട്ട് തന്നുകൊണ്ട് നമ്മൾ 9. താങ്ക് യു സർ. യെസ് 17.5 മാർക്സ് ആണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ ഓൾ ദി ബെസ്റ്റ്. Ni pa maga